ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാതൃതാനനേന്തോ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാഭി കാവികാഭി. അസ ദ്വിതീയോധ്യായ. ശ്രീശുക ഉവാച. തതശ്ചാനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമാദയ കാലേന ബലിനാ രാജൻ നങ്ക്ഷ്യത്യായുർബലം സ്മൃതി. വിത്തമേവ കലൗ നൃണാം ജന്മാചാരഗുണോദയ ധർമ്മന്യായ വ്യവസ്ഥായാം കാരണം ബലമേവ ഹി. ദാമ്പത്യേഭിരുചിർഹേതുർമായൈവ വ്യാവഹാരികേ സ്ത്രീത്വേ പുംസ്ത്വേ ച ഹിരതിഃ വിപ്രത്വേ സൂത്രമേവ ഹി. ലിംഗമേവാശ്രമഖ്യാതാവന്യോന്യാപത്തി കാരണം അവൃത്യാന്യായ ദൗർബല്യം പാണ്ഡിത്യേ ചാവലം വചഃ. അനാഢ്യതൈവാ സാധുത്വേ സാധുത്വേ ദമ്പ ഏവതോ സ്വീകാര ഏവ ചോദ്വാഹേ സ്നാനമേവ പ്രസാദനം. ദൂരേ വാര്യയനം തീർത്ഥം ലാവണ്യം കേശധാരണം ഉദരം ഭരതാസ്വാർത്ഥ സത്യത്വേ ദാർഢ്യമേവ ഹി. ദാക്ഷ്യം കുടുംബഭരണം യശോർത്ഥേ ധർമ്മസേവനം ഏവം പ്രജാഭിർദുഷ്ടാഭിരാകീർണേ കിരിമണ്ഡലേ ബ്രഹ്മവിക്ഷത്രശൂദ്രാണാം യോ വലി ഭവിതാ നൃപ പ്രജാഹിലുബ്ധൈരാജന്യൈഃ നിർഘൃണൈഃ ജസ്യുധർമ്മഭിഃ. ആച്ഛിന്നദാരദ്രവിണായാസ്യന്തി ഗിരികാനനം ശാകമൂലാമിഷക്ഷൗദ്രഫലപുഷ്പാഷ്ടിഭോജനാഃ അനാവൃഷ്ട്യാ വിനങ്ഷ്യന്തി ദുർഭിക്ഷകരപീഡിതാഃ ശീതവാതാതപൗപ്രാവൃദ്ധിമൈരന്യോന്യതഃ പ്രജാഃ ക്ഷുത്രിഭ്യാം വ്യാധിഭിശ്ചൈവ സന്തപ്സ്യന്തേ ച ചിന്തയാ ത്രിംശദ്വിംശതി വർഷാണി പരമായുഃ കലൗ നൃണാം. ക്ഷീയമാണേഷു ദേഹേഷു ദേഹിനാം കലിദോഷതഃ വർണ്ണാശ്രമപദാം ധർമ്മേ നഷ്ടേ വേദപഥേ നൃണാം. പാഖണ്ഡപ്രചുരേ ധർമ്മേ ദസ്യുപ്രായേഷു രാജസു ചൗര്യാനൃതവൃതാഹിംസാനാനാവൃത്തിഷു വൈനൃഷു. ശൂദ്രപ്രായേഷു വർണ്ണേഷു ഛാഗപ്രായാസു ധേനുഷു ഗൃഹപ്രായേഷു ആശ്രമേഷു യൗനപ്രായേഷു ബന്ധുഷു. അണുപ്രായാസോഷധീഷു ശമീപ്രായേഷു സ്ഥാസ്നുഷു വിദ്യുത്പ്രായേഷു മേഘേഷു ശൂന്യപ്രായേഷു സത്മസു. ഇത്തം കലൗ ഗതപ്രായേ ജനേതു ഖരധർമ്മിണി ധർമ്മത്രാണായ സത്വേന ഭഗവാനവതരിഷ്യതി. ചരാചരഗുരോർവിഷ്ണോരീശ്വരസ്യാഖിലാത്മനഃ ധർമ്മത്രാണായ സാധൂനാം ജന്മകർമാപനുത്തയേ ശംഭളഗ്രാമമുഖ്യസ്യ ബ്രാഹ്മണസ്യ മഹാത്മനഃ ഭവനേ വിഷ്ണുവേശസ കൽക്കി പ്രാദുർഭവിഷ്യതി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. അശ്വമാശുഗമാരുഹ്യ ദേവദത്തം ജഗൽപതിഃ അധിനാസാധുതവനമഷ്ടൈശ്വര്യഗുണാന്വിതഃ വിചരന്നാഹുനാക്ഷോണ്യാം ഹയേനാപ്രതിമദ്യുതിഃ നൃപലിംഗച്ഛദോ ദസ്യൂൻ കോടിശോ നിഹനിഷ്യതി. അഥ തേഷാം ഭവിഷ്യന്തി മനാംസി വിശദാനി വൈ വാസുദേവാംഗരാഗാദി പുണ്യഗന്ധാനി രസ്പൃശാം പൗരജാനപദാനാം വൈഹതേഷ്വഖിലദസ്യുഷു തേഷാം പ്രജാവിസർഗശ്ച
സവിഷ്ട സംഭവിഷ്യതി. വാസുദേവേ ഭഗവതി സത്വമൂർത്തൗ ഹൃദിസ്ഥിതേ യഥാവതീർണോ ഭഗവാൻ കർക്യർധർണവതിർഹരിഃ കൃതം ഭവിഷ്യതി തഥാ പ്രജാതോദിസ്തഥാത്വികീ. യഥാ ചന്ദ്രശ്ച സൂര്യശ്ച തഥാ തിഷ്യ ബൃഹസ്പതി ഏകരാശൗ സമേഷ്യന്തി തഥാ ഭവതി തൽകൃതം യേതീതാ വർത്തമാനായേ ഭവിഷ്യന്തി ച പാർത്ഥിവാ തേത ഉദ്ദേശത പ്രോക്ത വംശീയാഃ സോമസൂര്യയോഃ ആരഭ്യ ഭവതോ ജന്മ യാവന്നന്താഭിഷേചനം ഏതത് വർഷസഹസ്രം തു ശതം പഞ്ചദശോത്തരം സപ്തർഷീണാം തു യൗ പൂർവേ ദൃശ്യേതേ ഉദിതൗ ദിവി തയോസ്തു മധ്യേ നക്ഷത്രം ദൃശ്യതേ യൽ സമം നിശി തേനേതർഷയോ യുക്താഃ തിഷ്ഠന്ത്യബ്ദശതം നൃണാം തേ ത്വദീയേ ദ്വിജാഃ കാലേ അധുനാ ച അശ്രിതാമഘാഃ വിഷ്ണോർഭഗവതോ ഭാനു കൃഷ്ണാഖ്യോऽസൗ ദിവം ഗതഃ തദാ വിശൽക്കരിർലോകം പാപേയദ്രമതേ ജനഃ യാവത്സപാദപത്മാഭ്യാം സ്പൃശന്നാസ്തേ രമാപതി താവത് കലിർവൈ പൃഥിവീം പരാക്രാന്തം ന ചാശകൽ. യഥാ ദേവശ്രയഃ സപ്തമഘാസു വിചരന്തിഃ തദാ പ്രവൃത്തസ്തു കലിർദ്വാദശാബ്ദശതാത്മകഃ. യഥാ മഹാഭ്യോ യാസ്യന്തി പൂർവാഷാഢാം മഹർഷയഃ തദാ നന്ദാൽ പ്രഭൃത്യേഷ കലിർവൃദ്ധിം ഗമിഷ്യതി. യസ്മിൻ കൃഷ്ണോ ദിവം യാതഃ തസ്മിന്നേവ തദാഹനി പ്രതിപന്നം കലിയുഗമിതി പ്രാഹുഃ പുരാവിദഃ ദിവ്യാബ്ദാനാം സഹസ്രാന്തേ ചതുർത്ഥേതു പുനഃ കൃതം ഭവിഷ്യതി യഥാ നൃണാം മനാത്മപ്രകാശകം. ഇത്യേഷ മാനവോ വംശോ യഥാ സംഖ്യായതേ ഭുവി തഥാ വിക്ഷൂദ്രവിപ്രാണാം താസ്താജ്ഞേയാ യുഗേ യുഗേ ഏതേഷാം നാമലിംഗാനാം പുരുഷാണാം മഹാത്മനാം കഥാമാത്രാവശിഷ്ടാനാം കീർത്തിദേവസ്ഥിതാ ഭുവി ദേവാഭിः സന്തനോർഭ്രാത മരുശ്ചേക്ഷ്വാകുവംശജ കലാപഗ്രാമ ആസാദേ മഹായോഗബലാന്വിതൗ താവിഹയിത്യ കലേനന്ദേ വാസുദേവാനുശിക്ഷിതൗ വർണ്ണാശ്രമയുതം ധർമ്മം പൂർവവൽ പ്രദയിഷ്യതഃ. കൃതം ത്രയതാദ്വാപരം ച കലിസ്ഥേതി ചതുര്യുഗം അനേന ക്രമയോഗേന ഭുവി പ്രാണിഷു വർത്തതേ. രാജന്യേതേ മയാ പ്രോക്ത നരദേവാസ്തഥാവരേ ഭൂമൗ മമത്വം കൃത്വാന്തേ ഹിത്വേമാം നിധനം ഗതാഃ കൃമിവിഡ്ഭസ്മ സംജ്ഞാന്തേ രായാനാംനോപി യസ്യ ച ഭൂതദൃക്തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യതഃ കഥം സേയമഖണ്ഡാഭൂഃ പൂർവൈർമേ പുരുഷൈർധൃതാ മൽപുത്രസ്യ ച പൗത്രസ്യ മൽപൂർവാ വംശജസ്യ വാ തേജോപന്നമയം കായം ഗൃഹീത്വാത്മതയാ ബുധാഃ മഹീം മമതയാ ചോഹൗ ചിത്വാന്തേ ദർശനം ഗതാഃ യേ ഭൂപതയോ രാജൻ ഭുഞ്ജന്തി ഭുവമോജസാ കാലേന തേ കൃതാഃ സർവേ കഥാമാത്രാഃ കഥാസുജാ. ഹരി ഓം തത്സൽ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വിതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം 12 സ്കന്ധം 2-ാം അധ്യായം. കലിദോഷങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഭഗവാൻ കൽക്കി രൂപത്തിൽ അവതരിച്ച് അധർമ്മികളായവരെ നിഗ്രഹിക്കുമെന്നും അപ്പോൾ പിന്നെയും കൃതയുഗം ആരംഭിക്കുമെന്നും ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. കലികാല വൈഭവം കൊണ്ട് സത്യം, ശൗചം, ക്ഷമ,
ദയ, ആയുസ്, ബലം, സ്മരണ, ശക്തി മുതലായ എല്ലാ ധർമ്മങ്ങളും ദിവസം ചെല്ലുന്തോറും ക്ഷയിച്ചു കൊണ്ടിരിക്കും. കലികാലത്ത് ഉത്കൃഷ്ടതയും സദാചാരവും സദ്ഗുണവുമെല്ലാം നിശ്ചയിക്കുന്നത് ധനത്തെ ആശ്രയിച്ചാണ്. ധർമ്മവും ന്യായവും വിലയിരുത്താനുള്ള അടിസ്ഥാന ഘടകം ബലമാണ്. ദാമ്പത്യകാലം ഇഷ്ടത്തിനും ക്രയവിക്രയാദികൾ കള്ളത്തരത്തിനും പ്രാധാന്യം നൽകും. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ശ്രേഷ്ഠത രതിസുഖം നിർണയിക്കും. പൂണുനൂല് ധരിച്ചാൽ ബ്രാഹ്മണനാവും. ആശ്രമങ്ങൾക്ക് അടിസ്ഥാനം വേഷം മാത്രമാണ്. ഒരാശ്രമത്തിൽ നിന്ന് മറ്റൊരാശ്രമത്തിലേക്ക് കടക്കാൻ പുറം വേഷമാറ്റം മാത്രം മതി. മുദ്രാർപ്പണാദികൾക്കുള്ള കഴിവില്ലാത്തതുകൊണ്ട് ന്യായവാദത്തിൽ പരാജയവും കണക്കാക്കും. പണ്ഡിതനാണെന്ന് നിർണയിക്കുന്നതിൽ അസഭ്യവാക്കുകളാവും നിയാമകം. പണ്ഡിതനെ നിർണയിക്കാൻ വാചാലത മതിയാവും. പരസ്പരം സ്വീകാര്യം മാത്രമാണ് വിവാഹം. അലങ്കാരം ചെയ്താൽ കുളിച്ച പോലെ കരുതാം. ദൂരെയുള്ള ജലാശയം തീർത്ഥമാവും. ഉദരപൂരണം തന്നെയാണ് പുരുഷാർത്ഥം. സാമർഥ്യം തെളിയിക്കാൻ കുടുംബഭരണം മതിയാവും. ധർമാനുഷ്ഠാനം യശസ്സിനു വേണ്ടി മാത്രമാവും. ഭൂമിയിലെ ജനങ്ങൾ ദുഷിച്ചവരായാൽ 4 വർണ്ണങ്ങളിൽ പ്രബലൻ രാജാവായിത്തീരും. ദയയില്ലാത്ത രാജാക്കന്മാർ സ്ത്രീയെയും സ്വത്തിനെയും അപഹരിക്കുമ്പോൾ ജനം പൊറുതിമുട്ടി കാടുകയറും. അവർ അവിടെ കാട്ടിലുള്ള വേരും കിഴങ്ങുകളും ഇലകളും മാംസവും തേനും ഫലങ്ങളും തിന്നുന്നവരാവും. മഴയില്ലാത്തതുകൊണ്ടും ക്ഷാമം കൊണ്ടും നികുതി അടയ്ക്കാൻ കഴിയാതെ പീഡിതരായ ജനങ്ങൾ പരസ്പരം തല്ലിച്ചാവും. വിശപ്പും ദാഹവും ആധിയും വ്യാധിയും കൊണ്ട് ജനങ്ങൾ വിഷമിക്കും. കലികാലത്ത് ആളുകൾക്ക് ആയുസ് കുറയും. 20-30 വർഷം മാത്രമേ ആയുസ്സുണ്ടാവുള്ളൂ. കലിദോഷം കൊണ്ട് ജീവികളുടെ ശരീരത്തിന് ശക്തി കുറയും. വർണ്ണാശ്രമികളുടെ വൈദിക ധർമ്മം നശിക്കും. നാസ്തിക സിദ്ധാന്തം വളരും. രാജാക്കന്മാർ തസ്കരപ്രായരാവും. ജനങ്ങൾക്കിടയിൽ മോഷണം വർദ്ധിക്കും. അസത്യം പറയാൻ ആർക്കും മടിയില്ലാതാവും. ഹിംസ ഉപജീവനമാർഗമാവും. വർണ്ണങ്ങളെല്ലാം ശൂദ്രപ്രചുരവും പശുക്കൾ ആടുകൾക്ക് തുല്യരുമാവും. ആശ്രമങ്ങൾ ഭോഗസ്ഥാനങ്ങളായിട്ട് മാറും. ബന്ധത്തിന് അർത്ഥമില്ലാതാവും. വൃക്ഷങ്ങളുടെ വളർച്ച കുറയും. അന്തരീക്ഷം ഇടിമിന്നൽ മുതലായവ കൊണ്ട് പ്രക്ഷുബ്ധമാവും. വീടുകളിൽ സൽക്കർമ്മങ്ങൾ ഇല്ലാതാവും. ജനങ്ങൾ കൂടുതൽ ക്രൂരന്മാരും നീചരുമാവും. ഭഗവാൻ സത്വസ്വരൂപനായി അവതാരമെടുക്കും. സർവേശ്വരനായ ഭഗവാന്റെ അവതാരം ധർമ്മസംരക്ഷണത്തിനും സജ്ജനങ്ങൾക്ക് നിത്യ ആനന്ദം നൽകാനുമാണ്. ശംഭലഗ്രാമം പുണ്യഭൂമിയാണ്. അവിടെയുള്ള ബ്രാഹ്മണ ഗൃഹത്തിൽ മഹാത്മാവും പ്രസിദ്ധനുമായ വിഷ്ണു യശസ് എന്ന പേരിൽ ഭഗവാൻ കൽക്കി രൂപത്തിൽ അവതരിക്കും. അഷ്ടൈശ്വര്യപൂർണനും നിരതിശയപ്രകാശമുള്ളവനുമായ വിഷ്ണു ഭഗവാൻ ദുഷ്ടശക്തിയെ കീഴടക്കുന്നവനും ദേവദത്തമെന്ന് പേരാർന്നവനും വേഗതയുള്ളവനുമായ കുതിരയുടെ പുറത്ത് കയറി ഭൂമിയിൽ എല്ലായിടത്തും സഞ്ചരിച്ച് രാജാക്കന്മാരുടെ വേഷമണിഞ്ഞ ദുർജനങ്ങളെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തും. അങ്ങനെ വൈരികളെല്ലാം മരിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ ശരീരത്തിലെ കുറിക്കൂട്ടുകളുടെ പുണ്യസൗരഭ്യമേറ്റ് പുരവാസികളുടെ ചിത്തം നിർമ്മലമാവും. സത്യസ്വരൂപനായ ഭഗവാൻ മനസ്സിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശുദ്ധാത്മാക്കളായ അവരുടെ
സൃഷ്ടി പരമ്പരകൾ വർദ്ധിക്കും. ധർമ്മപരിപാലകനായ ഭഗവാൻ മഹാവിഷ്ണു കൽക്കിയായി അവതാരമെടുത്തു കഴിഞ്ഞാൽ കൃതയുഗം ആരംഭിക്കും. അപ്പോൾ മുതൽ സൃഷ്ടികളെല്ലാം സത്വപ്രധാനമായിട്ട് തീരും. കൽക്കി അവതാര സമയത്ത് സൂര്യനും ചന്ദ്രനും ബൃഹസ്പതിയും പുഷ്യനക്ഷത്രത്തിൽ ഒന്നിച്ചു ചേരും. സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലും ഇതുവരെ ജനിച്ചവരും ജനിക്കാൻ പോകുന്നവരുമായ രാജാക്കന്മാരുടെ വിവരം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. സപ്തർഷികളിൽപ്പെട്ട പുലഹൻ്റെയും ക്രതുവിൻ്റെയും മധ്യത്തിൽ തെക്കുവടക്കായി അശ്വന്യാദി നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം കാണും. ആ നക്ഷത്രത്തോടു കൂടി തന്നെ സപ്തർഷികൾ 100 സംവത്സരം സ്ഥിതി ചെയ്യും. സപ്തർഷികളുടെ സഞ്ചാരം മുതൽ കലിപ്രവർത്തനം തുടങ്ങി. തുടർന്ന് 1200 ദിവ്യ സംവത്സരം കലികാലം. അത് ഭഗവാന്റെ കാലം അവസാനിച്ചതോടെ ശക്തി പ്രാപിച്ചു. ഭൂമിയിൽ സർവേശ്വരൻ സ്പർശിച്ചിരിക്കുന്നിടത്തോളം കാലം കലിക്ക് എവിടെയും ഒരനർത്ഥവും ചെയ്യാനാവില്ലല്ലോ. ഭഗവാൻ ലീലകൾ ഉപസംഹരിച്ച് വൈകുണ്ഠം പ്രാപിച്ചപ്പോൾ ഭൂമിയിൽ കലി സംഹാരതാണ്ഡവമാടി. തുടർന്ന് 1000 ദിവ്യ സംവത്സരം കലികാലം. കലികാലത്ത് സന്ധ്യാംശങ്ങളും 1000 ദിവ്യ സംവത്സരവും കഴിയുമ്പോൾ ജനങ്ങളുടെ മനസ്സ് ആത്മതത്വത്തെ പ്രകാശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെയും കൃതയുഗം ആരംഭിക്കും. കൃതയുഗം ആരംഭിച്ചപ്പോൾ കലിയുടെ ശക്തി കുറയാൻ തുടങ്ങി. ശന്തനു സഹോദരനായ ദേവാഭിയും ഇക്ഷ്വാകു വംശജനായ മരുവും കൂടി യോഗികളുടെ ആസ്ഥാനമായ കലാപഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവർ ഭഗവാന്റെ നിയോഗമനുസരിച്ച് കലിയുഗാന്ത്യത്തിൽ പഴയ പോലെ വർണ്ണാശ്രമധർമ്മങ്ങളും മറ്റും പ്രവർത്തിപ്പിക്കും. ചതുർയുഗങ്ങൾ വീണ്ടും രൂപപ്പെടും, പ്രവർത്തിക്കും. മുമ്പ് പറഞ്ഞ രാജാക്കന്മാർക്കും മറ്റുള്ളവർക്കും നാശം സംഭവിച്ചപ്പോൾ അവരുടെ ശരീരം ആരുടെ ആയാലും ദുർഗന്ധം വമിക്കും വിധം കൃമിയോ മലമോ ആയി മാറും. അങ്ങനെയുള്ള ഈ ദേഹം എന്തിനാണ് പോഷിപ്പിക്കുന്നത്? പ്രാണിദ്രോഹം ചെയ്യുന്നവർ പുരുഷാർത്ഥം അറിയണില്ല, അവർ നരകയാതന അനുഭവിക്കും. ഇതൊന്നും അറിയാത്ത മൂഢന്മാർ പഞ്ചഭൂത ശരീരത്തെ താനെന്നും ഭൂമി തൻ്റേതാണെന്നും വിചാരിച്ച് മരിച്ചു പോകണു. എത്ര ശക്തന്മാരായ രാജാക്കന്മാരായാലും ഈ ഭൗതിക വസ്തുക്കളിൽ അത്യാസക്തരായാൽ മരിച്ച് മണ്ണടിയുക തന്നെ ചെയ്യും. പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തിലും ഭൗതിക വസ്തുക്കളിലും ഭ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം സമർപ്പിക്കുന്നു. നമുക്കും ആസക്തിയില്ലാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാം ആ ഭഗവാനിൽ സമർപ്പിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ തിരുനാമം ജപിച്ചുകൊണ്ട് ആ ഭഗവാനിലെത്താൻ ശ്രമിക്കാം. എൻ്റെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.